വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോഴത്തേക്കും ഞങ്ങൾ രാവിലെ 4 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുവാണ് കേട്ടോ. കാർത്തികയും കൊണ്ട് കുറച്ച് ദൂരമാണ്. ഞങ്ങൾക്ക് ഇവിടെ നിന്നൊരു 3 മണിക്കൂറുണ്ട് കേട്ടോ യാത്ര. അപ്പം രാവിലെ തന്നെ ഇറങ്ങിയതാണ്. ട്രാഫിക്കും കാര്യങ്ങളും ഒക്കെ കാണും. അതുകൊണ്ട് ലേറ്റ് ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കവിടെ ഒരു 8 മണിയാകുമ്പോഴെങ്കിലും എത്തണമെന്നാണ് ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ യാത്ര തിരിക്കാൻ പോവുകയാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ചോന്ന് ഒന്നുകൂടെ ഡബിൾ ചെക്ക് ചെയ്യുകയാണ് അമ്മ. ഞാൻ മിസ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് വെച്ച് എന്നും പതിവ് പോലെ തന്നെ മുരിങ്ങമംഗലം അമ്പലത്തിലേക്ക് വന്നതാണ് കേട്ടോ. അവിടെ വന്ന് അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഞങ്ങൾ ദൂരത്തേക്കെന്നല്ല, വേറെ ഏതൊരു അമ്പലത്തിലേക്ക് പോകുമ്പോഴും പറ്റിയാൽ ഇവിടെ കയറിയിട്ടേ പോകാറുള്ളൂ കേട്ടോ. അപ്പം നട അടച്ചേക്കുമായിരുന്നു, തുറന്നില്ല, ടൈം ആയില്ലല്ലോ. അപ്പം ജസ്റ്റ് അവിടെ പ്രാർത്ഥിച്ച് വഞ്ചിയിലൊക്കെ പൈസ ഇട്ടിട്ട് നമ്മൾ യാത്ര തിരിച്ചിട്ടുണ്ട്. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പറ്റി പറയുമ്പം ഒരു കുട്ടി സ്റ്റോറിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വലിയ കാര്യമൊന്നുമല്ല, എങ്കിലും ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു ലൈഫിന് ചെറിയ ഒരു പങ്ക് പത്മനാഭസ്വാമിക്കും കൂടാണ് കേട്ടോ. കാരണം ഞങ്ങൾ ഇതിന് 2 വർഷം മുമ്പ് ചേട്ടനും കുഞ്ഞും ഒഴികെ ബാക്കി എല്ലാവരും കൂടി ഞങ്ങൾ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്ത ഈ ഫോട്ടോ കണ്ടിട്ടാണ് കേട്ടോ ചേട്ടന് എന്നെ ഇഷ്ടമായത്. അതായത് നമ്മൾ ബ്രോക്കറിന് അയച്ചു കൊടുത്തിട്ടുള്ള ഫോട്ടോ ഇതായിരുന്നു. അപ്പം ഇതും വേറൊരു ഫോട്ടോയുമായിരുന്നു കേട്ടോ അച്ഛൻ അയച്ചു കൊടുത്തത്. അച്ഛൻ്റെ ഗ്യാലറി കിടന്ന ഫോട്ടോ തന്നെ അയച്ചു കൊടുത്തതാണ്. ഞാനാണെങ്കിൽ അയക്കില്ലായിരുന്നു കേട്ടോ. എനിക്ക് കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു ആ ടൈമിൽ. കല്യാണമേ വേണ്ട, ഇപ്പോഴെങ്ങും വേണ്ട, ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് മതി കല്യാണം എന്നുള്ള മട്ടിൽ നിൽക്കുകയായിരുന്നു ഞാൻ. പക്ഷേ എന്തുകൊണ്ടോ അന്ന് നമുക്ക് ആ ഒരു സമയമായി. അപ്പം വീട്ടുകാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും അതിനെപ്പറ്റി ചിന്തിച്ചു. അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് ജാതകത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കൂട്ടരാണല്ലോ. അങ്ങനെ ഞാനും അതിനെ സമ്മതിച്ചു. അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഇപ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട്, കാർത്തി. ഞങ്ങളുടെ എല്ലാമാണ്. അപ്പോൾ അവനെ കൂട്ടിയാണ് കേട്ടോ ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം കുഞ്ഞിന് ഇവിടെ വരുമ്പോൾ ചോറ് കൊടുക്കണമെന്ന് ചേട്ടന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ ചടങ്ങായിട്ടൊന്നുമല്ല, ചെറിയ രീതിയിൽ അതും നടന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് തൊഴാൻ പറ്റി കേട്ടോ. ഡയറക്റ്റ്, അതായത് ക്യൂ ഒന്നും ഇല്ലാതെ നമുക്ക് തൊഴാൻ പറ്റി. എനിക്കും ചേട്ടനും കുഞ്ഞിനും കൂടെ. അച്ഛനും അമ്മയ്ക്കും അനിയനും ഒക്കെ കൂടെ ക്യൂ നിൽക്കേണ്ടി വന്നു കേട്ടോ. 2-2.5 മണിക്കൂർ. അതുകൊണ്ട് ഞങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഫുഡൊന്നും കഴിച്ചില്ല. കാരണം ഞങ്ങൾക്ക് ഒരു ലക്ഷ്യം കൂടെ ഉണ്ട്, ആറ്റുകാലും കൂടെ പോകണം. അങ്ങനെ ഞങ്ങൾ ആറ്റുകാലെത്തി. അവിടെ ഇപ്പോൾ ഫോണൊന്നും അലൗഡ് അല്ല കേട്ടോ. അപ്പം പുറത്ത് ജസ്റ്റ് ഫോൺ വെക്കുന്നതിന് മുമ്പ് ഞാനൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ അടുത്ത ആറ്റുകാൽ അമ്പലത്തിൻ്റെ ആ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ്, തൊട്ട് പുറത്തായിട്ടാണ് ഇന്ത്യൻ കോഫി ഹൗസ് വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ കയറിയാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത്. കുഴപ്പമില്ല, നല്ല ഫുഡായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴി ഇടയ്ക്കൊക്കെ ഒന്ന് കുഞ്ഞിനെ നിർത്തി ഒന്ന് റിലാക്സ് ചെയ്യിപ്പിച്ചതാണ്. പിന്നെ ഞങ്ങൾക്കും ക്ഷീണമുണ്ടല്ലോ, കാരണം വെളുപ്പിനെ ഇറങ്ങിയതാണ്. കൂടാതെ നല്ല തിരക്കായതുകൊണ്ട് ആകെ എല്ലാവരും ടയേർഡായി. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ ഇളനീരൊക്കെ വാങ്ങിച്ച് കുടിച്ച് ഒന്ന് റിലാക്സായി. കുഞ്ഞിനെ പുറകിൽ അമ്മയുടെ കയ്യിലും എൻ്റെ കയ്യിലും ചേട്ടൻ്റെ കയ്യിലും മാറി ഇരുന്നാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇരുന്ന് മടുത്തം തോന്നും. അപ്പം അച്ഛൻ്റെ അടുത്തോട്ടൊന്ന് ചാടിയതാണ് കേട്ടോ. അപ്പം അച്ഛൻ്റെ കൂടെയാണ് പിന്നെ കുറച്ച് ദൂരം പോയത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം സപ്പോർട്ട് ചെയ്യുക.